രാത്രി 10 മണി. നഗരം ശാന്തമായിരിക്കുന്നു. ഡിറ്റക്റ്റീവ് അർജുൻ കുറ്റകൃത്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വിദഗ്ധൻ. ഇന്നത്തെ കേസ് വ്യത്യസ്തമായിരുന്നു. ഒരു സാധാരണ കേസല്ല. ഒരാൾ കാണാതായിരിക്കുന്നു, പക്ഷേ എവിഡൻസ് ഇല്ല. പേര് രാഹുൽ. അവൻ അവസാനമായി കണ്ടത് ഒരു പഴയ ബസ് സ്റ്റോപ്പിൽ. അർജുൻ അവിടെ എത്തി. ശാന്തത അതിശയിപ്പിച്ചു, പക്ഷേ എന്തോ പ്രശ്നമുണ്ട്. അവിടെ ഒരു ബാഗ് രാഹുലിൻ്റെതാണ്, പക്ഷെ രാഹുലില്ല. അകത്തൊരു ഫോൺ, ബാറ്ററി 1% മാത്രം. അതിൽ അവസാന വീഡിയോ കാണിക്കുന്നു. വീഡിയോ തുറന്നു. അവൻ ഓടുകയാണ് ആരെ ഒഴിവാക്കാൻ. പിന്നിലാരോ, മുഖം കാണുന്നില്ല, പക്ഷെ അവനെ പിന്തുടരുന്നു. വീഡിയോ പെട്ടെന്ന് നിന്നു. അവസാന ശബ്ദം, ഒരു വിചിത്രമായ ഹം. അർജുൻ ചിന്തിച്ചു, ഇത് സാധാരണ കേസല്ല. ആ ശബ്ദം എന്താണ്? അവൻ ശബ്ദം വിശകലനം ചെയ്തു. ഒരു മെഷീൻ പോലെ, പക്ഷെ അത് എവിടെ നിന്നാണ്? ഒരു സൂചന കിട്ടി. നഗരത്തിന് പുറത്തുള്ള ഫാക്ടറി, വർഷങ്ങളായി അടഞ്ഞത്. ഫാക്ടറി വാതിൽ തുറന്നു. കാറ്റിന്റെ ശബ്ദം, ഒരു ഭയാനകമായ നിശബ്ദത. അകത്ത് കാൽ വെച്ചു. പടിയിലൊരു പാദമുദ്ര, അതും പുതിയത്. ആരോ അടുത്തിടെയാണ് വന്നത്. ഇത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമല്ല. എന്തോ നടക്കുന്നുണ്ട് ഇവിടെ. വീണ്ടും ആ ശബ്ദം. അദ്ദേഹം ഇപ്പോൾ അടുത്താണ്. അർജുൻ മുന്നോട്ടു പോയി. ഹൃദയം ശക്തമായി തട്ടുന്നു. എന്താണ് കാത്തിരിക്കുന്നത്? ഒരു വാതിൽ പൂട്ടിയിട്ടില്ല, പക്ഷെ അകത്ത് വെളിച്ചമുണ്ട്. അകത്ത് ഒരുപാട് സ്ക്രീനുകൾ, എല്ലാം പ്രവർത്തിക്കുന്നു. ഇത് ഉപേക്ഷിക്കപ്പെട്ടതല്ല. ആരോ ഇവിടെ ജോലി ചെയ്യുന്നു, പക്ഷെ ആരാണ്? സ്ക്രീനിൽ ഒരു വീഡിയോ. രാഹുൽ ജീവിച്ചിരിക്കുന്നു. അർജുൻ ഞെട്ടി. ഇത് ലൈവാണ്. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. പെട്ടെന്ന് സ്ക്രീൻ മാറി. ഒരു സന്ദേശം. നീ വന്നുവെന്ന് എനിക്കറിയാം ഡിറ്റക്റ്റീവ്. ഇപ്പോ കളി തുടങ്ങി. അർജുൻ തിരിഞ്ഞു. ആരുമില്ല, പക്ഷെ അവൻ ഒറ്റയ്ക്കല്ല. വാതിൽ അടഞ്ഞു. ഓട്ടോമാറ്റിക് ലോക്ക്. അവൻ കുടുങ്ങി. സ്പീക്കറിൽ നിന്ന് ശബ്ദം, ഒരു അന്യ വ്യക്തിയുടെ. അവൻ ചിരിക്കുന്നു. നീ ബുദ്ധിമാനാണ്, പക്ഷെ വൈകി. അർജുൻ ശാന്തമായി. ഭയം മറച്ചു. പദ്ധതി ചിന്തിച്ചു. സ്ക്രീനിൽ മാപ്പ്, ഫാക്ടറിയുടെ രഹസ്യ വഴികൾ. ഒരു വഴി തുറന്നു. അവൻ ഓടി. സമയം കുറവാണ്. അവിടെ ഇരുണ്ട വഴി. ശബ്ദം കൂടുന്നു. അവൻ അടുത്തെത്തി. ഒരു വലിയ മെഷീൻ. അത് പ്രവർത്തിക്കുന്നു. ഇതെന്താണ്? എന്തിനാണ്? ആരാണ് ഇതിന്റെ പിന്നിൽ? പെട്ടെന്നൊരു നിഴൽ അവന്റെ പിന്നിൽ. അർജുൻ തിരിഞ്ഞു. ആരുമില്ല, പക്ഷെ ശബ്ദമെടുത്തു. സ്പീക്കർ വീണ്ടും. അടുത്ത ഘട്ടം. നീ തയ്യാറാണോ? അർജുൻ ഉറപ്പിച്ചു. ഇത് അവസാനമല്ല, ഇത് തുടക്കമാണ്. രാഹുലിനെ രക്ഷിക്കണം. സത്യം കണ്ടെത്തണം. എന്തു വന്നാലും. മെഷീൻ നിർത്തണം. അതിന്റെ രഹസ്യം ഇതിൽ തന്നെയാണ്. പെട്ടെന്ന് ലൈറ്റുകൾ ഓഫായി. പൂർണ്ണ ഇരുട്ട്. ഒരൊറ്റ ശബ്ദം. ആരോ നടക്കുന്നത്. ഗെയിം ഓവർ. ഒരു ശബ്ദം പറഞ്ഞു. അർജുൻ നിശ്ചലമായി.